ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിന് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവിയും സേതുവും കൂടി നേരെ കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സേതു കൂടെ വന്നത് ലീവ് എഴുതി കൊടുക്കാനായിട്ടാണ് പല്ലവിക്ക് കൂട്ട് വന്നത് എന്ന്. അപ്പോൾ സേതുട്ടാ, ഞാൻ ലീവ് എഴുതി കൊടുത്തിട്ട് വേഗം വരാട്ടോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് ചെന്നു. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോഴത്തേനും കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ടീച്ചറെ, അതങ്ങനെ നടന്നോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചോ. ആ, ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ലേ? അപ്പോൾ ഒരു ദുസ്വപ്നം. ഡിവോഴ്സ് കൊണ്ട് ഞാനതങ്ങ് മായച്ചു കളഞ്ഞു. എന്താ ഇനി കല്യാണമൊക്കെ ഉടനെ ഉണ്ടാവുമോ? അതിനു വേണ്ടിയാ ശ്രമിക്കുന്നത്. പറ്റിയൊരു മുഹൂർത്തം കിട്ടിയാൽ അത് നടക്കും. ടീച്ചറെ, സത്യത്തില് ഒരു സന്തോഷമില്ലല്ലേ? ശരിക്കും പറഞ്ഞാൽ ആനി ടീച്ചർ ഉള്ളപ്പം ഭയങ്കര സന്തോഷമായേനല്ലേ? ആഘോഷിക്കണം. ഡിവോഴ്സ് ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നാണ് ആ സ്ത്രീ രക്ഷപ്പെടുന്നതിനെയാണ് ഡിവോഴ്സ് എന്ന് പറയണത്. അപ്പൊ പിന്നെ അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം അവൾക്ക് കിട്ടിയില്ല എന്ന് വേണ്ടേ അതിനർത്ഥം? ഉള്ളിലെ സങ്കടം ടീച്ചറെ, ആ ഒരു സങ്കടം ഇങ്ങനെ തട്ടിക്കിടക്കുന്നത് എന്നുള്ളതാ സത്യം. നമ്മളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയും. അങ്ങനെ ഒരു കല്യാണം നടത്തി ക്ഷീണിച്ച അവസ്ഥയായി നിൽക്കുമ്പോഴാ വേറൊരു കല്യാണം നടത്തേണ്ട സ്ഥിതി വന്നത്. ഇന്ദ്രനിൽ നിന്ന് രക്ഷപ്പെട്ടതില് എനിക്ക് ആശ്വാസമുണ്ട്. അതേസമയം എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് ദുഃഖവുമുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പം ഇവരെല്ലാവരും ഇത് കേട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. മറ്റു ടീച്ചേഴ്സിലൊക്കെ വാല്യുവേഷൻ ക്യാമ്പിലാ. നാനി ടീച്ചറും എന്നെ വിളിച്ചിരുന്നു. എന്തിനാ ഈ മാനേജ്മെന്റ് വെക്കേഷൻ ക്ലാസ് വെക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ മിസ്സേ, ശരിക്കും എന്നാ വെക്കേഷൻ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടിയത്. പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ജോലി തന്നെയാ, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ അവിടെ നിന്ന് സാറിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സാറേ, ഇവിടെ ഉണ്ട് പറഞ്ഞേക്കാം. പല്ലവി ടീച്ചറിനോടും നിങ്ങൾ രണ്ടുപേരോടും ഓഫീസിലേക്ക് ചെല്ലാൻ നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞു. എന്തിനാ സാറേ? അതൊന്നറിയില്ല, നിങ്ങളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞോ. പുതിയ പ്രിൻസിപ്പള് എങ്ങനെയാ? മനുഷ്യപ്പറ്റുള്ള ആളാണോ? ആണെന്നും പറയാം, അല്ലെന്നും പറയാം. എന്തായാലും പഴയ ആളേക്കാൾ ഭേദവാ. എന്തെങ്കിലും തീരുമാനമുണ്ട്. ഈ കോളേജ് രക്ഷപ്പെട്ട് കാണണം എന്നൊരാഗ്രഹവും പുള്ളിക്കുണ്ടെന്നാ തോന്നുന്നത്. എന്നാലും എന്തിനായിരിക്കും വിളിപ്പിക്കാം? ചെന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്കിന്ന് ലീവ് വേണം. ഒരു യാത്രയുണ്ട്. ഈ ജോലി ചെയ്യുന്നില്ലേ? ഇല്ല, അതുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു യാത്രയാണ്. എനിക്ക് കൂടെ പോയേ പറ്റുള്ളൂ. അതാ നിങ്ങൾ എന്തായാലും വാ, നമുക്ക് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുവാണ്. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചെല്ലുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്താണെന്നറിയോ? പ്രൈവറ്റ് നടത്തുന്ന കോളേജിൽ പ്രിൻസിപ്പൾ ആകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. നിങ്ങളെ ആരെയും ശരിക്കും പരിചയപ്പെട്ടിട്ടുമില്ല. അതിനു മുൻപ് പരാതികൾ വന്നു തുടങ്ങി. എന്ത് പരാതിയാണ് സാർ എന്ന് ചോദിച്ചു പല്ലവി. എന്ത് പറയാനാ? കോളേജ് ഞാൻ മര്യാദയ്ക്ക് നോക്കുന്നില്ല എന്നാ പരാതി. അഡ്മിനിസ്ട്രേഷൻ പൂവറാണെന്നാ പറയാ. അതുകൊണ്ട് വെക്കേഷൻ ആണല്ലോ, ടീച്ചേഴ്സിലും ഒന്നെങ്കിൽ ലീവ് അല്ലെങ്കിൽ വാല്യുവേഷൻ. വെക്കേഷൻ ക്ലാസ് വെക്കുന്നത് കൊണ്ട് മാനേജ്മെന്റിന് നിർബന്ധം. ഫാക്കൽറ്റി വേണ്ടേ? അതിന്റെ ഇന്റർവ്യൂവാ ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവര് ഇന്ന് വരും. അതിൽ പല്ലവി അടക്കം മുഴുവൻ ടീച്ചർമാരും അവരുടെ ആ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. മനസ്സിലായോ? അതിന് ശേഷം മാർക്കിടണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. ഒരു 2 മാസമല്ലേ ഉള്ളൂ. എന്നായാലും തലയ്ക്കൊരടിയാ കേട്ടോ. എന്നാലും നമ്മുടെ നാട്ടില് തൊഴിലില്ലായ്മ ഇത്രയും രൂക്ഷമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സർ, അത് എന്ന് പറഞ്ഞ പല്ലവി. എന്താ? അല്ല സർ, ഞാനൊരു 3-4 ദിവസം കൂടി ഉണ്ടാവില്ല സർ, ഒരു യാത്ര പോകണം എന്ന് പറഞ്ഞു. പൊയ്ക്കോ, പക്ഷേ എങ്ങനെ രാജിക്കത്ത് എഴുതി തന്നിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി പെട്ടുപോയി കേട്ടോ. പല്ലവി ഇങ്ങനെ നിൽക്കുക. അതെ, എത്ര ദിവസം ലീവല്ലായിരുന്നോ? പിന്നെന്താ? അല്ല സർ, ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു, ലീവ് തരാൻ പറ്റില്ല. യാത്ര ക്യാൻസൽ ചെയ്യോ അതുപോലെ മാറ്റി വെക്കുകയോ ചെയ്തോ? എനിക്ക് വയ്യ മാനേജ്മെന്റ് തെറിയേക്കാൻ. സാർ, ഈ ഒരു തവണത്തേക്ക് മതി. എൻ്റെ ഒപ്പം വരാനുള്ള ആള് പുറത്ത് വെയിറ്റ് ചെയ്യുക. ആളോട് തിരിച്ചു പോകാൻ പറ. ലീവിനെ കുറിച്ച് നോ മോർ ഡിസ്കഷൻ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടുപോയിട്ടോ. അത് കിട്ടുമെന്ന് താൻ വിചാരിക്കണ്ട, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സർ, യു മേ ഗോ നോ
എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞു. അവസാനം പല്ലവി അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പല്ലവി പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ടീച്ചേഴ്സൊക്കെ ആയിട്ട് വരുമ്പോ പല്ലവി ടീച്ചറെ പോകുന്നില്ലേ, ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ പോകും, ഇനി ലീവില്ലല്ലോ. സേതു എന്നോട് എന്ത് പറയുന്ന ഓർത്തിട്ടാ വിഷമം. കഴിച്ചു പോയി വരാൻ പറ, അല്ലെങ്കിൽ പിന്നെ യാത്ര നീട്ടി വെക്കാൻ പറ. അങ്ങനെ നീട്ടി വെക്കാൻ പറ്റുന്ന യാത്രയല്ല, ഒരുപാട് നാള് കാത്തിരുന്നിട്ടാ ഇപ്പൊ ഈ യാത്ര തരപ്പെട്ടത് തന്നെ. അതിനോട് ഞാനില്ലാന്നൂടെ അറിയുമ്പോ ആ മനുഷ്യൻ തകർന്നു പോവും. ഒരു കാര്യം ടീച്ചറെ എന്ന് പറഞ്ഞാൽ അടുത്ത ആളങ്ങോട്ടേക്ക് വന്നു. എന്താ ടീച്ചറെ, എന്തായി, ലീവ് സാങ്ഷൻ ആയോ എന്നിങ്ങനെ ചോദിക്കാണ്. ഇല്ല ഇല്ല, ലീവ് കിട്ടിയില്ല. ആ പ്രിൻസിപ്പൾ ടീച്ചറിന് ലീവ് കൊടുത്തില്ല. മാനേജർ ഒന്ന് കാണായിരുന്നില്ലേ? ആരെ കണ്ടിട്ട് ഒരു പ്രയോജനമില്ല. പ്രിൻസിപ്പള് പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് ആരും തയ്യാറാവില്ല. എന്തു ചെയ്യും? സഹിക്കുക തന്നെ. അതെ, നിങ്ങൾക്കാർക്കും അറിയില്ല ഞാനും സേതുവേട്ടനും തമ്മിലുള്ള ബന്ധം. ഞാനിപ്പോ എന്തൊക്കെയാണോ അതൊക്കെ കാരണക്കാരൻ സേതുവേട്ടൻ മാത്രമാണ്. അതുകൊണ്ട് സേതുവേട്ടനോട് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആ ഒരാളിനൊരാവശ്യം വന്നപ്പോൾ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. മനഃപൂർവ്വം അല്ലല്ലോ ടീച്ചറെ, കഴിയാഞ്ഞിട്ടല്ലേ. അത് പറഞ്ഞാൽ സേതുവിന് മനസ്സിലാവില്ലേ? സേതുവേട്ടനെ ഒന്നും പറയില്ല, വെറുതെ ഒരു ചിരിച്ചിരിക്കും. സാരമില്ല എന്നൊരാശ്വസിപ്പിക്കും. ആ സ്നേഹത്തിന് മുന്നിലാ എപ്പോഴും ഞാൻ തോറ്റു പോകുന്നത് എന്നുള്ളതാ സത്യം. അവരെല്ലാവരും ആ വിഷമത്തിലാ. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ വേറെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പിന്നെ ആ ചിരിയും സാരമില്ലായ്മ ആശ്വസിപ്പിക്കലും രണ്ടും കേൾക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ച് പല്ലവി ടീച്ചർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ സേതു അവിടെ നിൽക്കുകയാണ്. അപ്പൊ സേതുവിന്റെ ഫോണിലേക്ക് കുറുപ്പമ്മാവന്റെ ഫോൺ വരികയാണ്. കുറുപ്പമ്മാവ, ഞങ്ങളെ ഇപ്പൊ പല്ലവിയുടെ കോളേജിൽ നിൽക്കാം, ലീവ് എടുക്കാൻ പോയിരിക്കുക. പല്ലവി പോയിട്ട് വന്ന ഉടനെ ഞങ്ങൾ പുറപ്പെടാൻ വരട്ടെ സേതു എന്ന് പറഞ്ഞു. അതിനു മുൻപ് അത്യാവശ്യമായി നിന്നെ എനിക്കൊന്ന് കാണണം. എന്തിനാ കുറുപ്പമ്മാവ? അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം എന്ന് പറഞ്ഞു. പല്ലവി വന്നോ? പല്ലവി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ വന്നാലും മതി, അത്യാവശ്യമാണ്, എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അല്ല, ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമാണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ നേരിട്ട് വിളിച്ചിരിക്കുന്നത്. ശരി, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് കുറുപ്പമ്മാവൻ ഫോൺ വിളിച്ചു. അപ്പോഴേക്ക് പല്ലവി അങ്ങോട്ടേക്ക് വന്നു. കുറുപ്പമ്മാവനാ വന്ന് വിളിച്ചത്, അത്യാവശ്യമായി കാണണമെന്ന്, എന്നിട്ട് പുറപ്പെട്ടാൽ മതി എന്നാ പറഞ്ഞത്. എന്തായിരിക്കും പല്ലവി, എന്തായിരിക്കും അതിന് കാരണം? ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്നിങ്ങനെ ചോദിക്കാണ്. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് സേതുവേട്ടാ, ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സേതു എന്നോടൊപ്പം വരാൻ പറ്റില്ല എന്നൂടെ പല്ലവി പറഞ്ഞു. ഇപ്പൊ അവധിയല്ലേ, ടീച്ചേഴ്സും കോളേജിൽ വെക്കേഷൻ ക്ലാസ്സുകളും നടക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. എനിക്കെന്തായാലും യാത്ര മാറ്റി വെക്കാൻ പറ്റില്ല. തൽക്കാലം കുറുപ്പമാവൻ പറയാനുള്ളത് കേട്ടിട്ട് എന്താണേലും പുറപ്പെടാം. അങ്ങനെ അമ്മാവനെ കാണാൻ ഞാനിവിടെ വരാൻ സേതുവേട്ടാ. ഇനി അടുത്ത 2 അവർ ക്ലാസ്സില്ല, തിരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയാൽ മതി. ശരി, എന്നാ താൻ കയറ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരോട് നേരെ കുറുപ്പമ്മാവനെ കാണാൻ പോവാണ്. അപ്പോൾ വണ്ടി എടുക്കാതെ ആളിങ്ങനെ നിൽക്കുക. എന്തു പറ്റി, വണ്ടി എടുക്കുന്നില്ലേ? അല്ല, അമ്മ ഇനി സിറ്റി തന്നെ ഉണ്ടാകുന്ന പറയാനായിട്ടായിരിക്കുമോ കുറുപ്പമ്മാവൻ വിളിച്ചിരിക്കാം? ആയിരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ ശരിക്കും അമ്മയെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചാണോ? അമ്മ പറഞ്ഞാണോ ഞാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അമ്മയെ കാണണം കേട്ടോ പല്ലവി എന്ന് പറഞ്ഞു. അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സേതു വേഗം വണ്ടി എടുത്ത് നേരെ കുറുപ്പമ്മാവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം പല്ലവിയും കൂടെ ഉണ്ട്. എന്താ അല്ല, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഒന്ന് ആലോചിച്ച ശേഷം യാത്ര മതിയെന്ന്. പിന്നെ ആ യാത്ര ഉടനെ വേണ്ടെന്ന് ദൈവം തന്നെ തീരുമാനിച്ചു കാണും. അന്വേഷിച്ചപ്പോൾ ലക്ഷ്മി സ്ഥലത്തില്ല, നോർത്ത് ഇന്ത്യൻ ടൂറിലാ, അതുകൊണ്ട് യാത്ര കുറച്ച് മാറ്റി വെക്കേണ്ടി വരും സേതു എന്ന് പറഞ്ഞു. കുറുപ്പമ്മാവ, നീ അല്ലേ പറഞ്ഞത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്നൊക്കെ? സമയമായിട്ടില്ല സേതു, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പം കാത്തിരുന്നേ പറ്റുമോ? കുറച്ച് ദിവസം കൂടി. അപ്പം സേതു ആകെ അപ്സെറ്റായി. വിശ്വാസമില്ലെങ്കിൽ നിനക്ക് പോയി നോക്കാം, അതിലെനിക്ക് തടസ്സമില്ല, പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കുറുപ്പമ്മാവ, അമ്മയുടെ ഫോൺ നമ്പർ ഒന്ന് കിട്ടാനായിട്ട് വല്ല വഴിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്കൊന്ന് വിളിച്ചു നോക്കാമായിരുന്നോ? അല്ല, ആ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കാമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ആ അഡ്രസ് തന്നു, അതിനുള്ള അധികാരം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ലക്ഷ്മിയുടെ ഫോൺ നമ്പർ എനിക്കറിയില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ശ്രമിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഞാനത് ശ്രമിക്കില്ല എന്ന് കുറുപ്പമ്മാവൻ പറഞ്ഞു. അതുകൊണ്ട്
ലക്ഷ്മി ഈ എവിടെ നിന്ന് വിട്ടു പോയതിനു ശേഷം ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടേ ഇല്ല. എന്നെ എല്ലാം മറക്കാനായിട്ടായിരിക്കുമല്ലോ അവളുടെ ആ യാത്ര. പിന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നതും പലതും ചിലപ്പോൾ ഓർമ്മിപ്പിച്ചു എന്ന് വരും. തന്നെയല്ല, ഞങ്ങൾക്കിടയിൽ പറയാനായിട്ട് ഒന്നുമില്ല. അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ എന്ത് സംസാരിക്കാനാണ് എന്നിങ്ങനെ ചോദിക്കാനും. അതുകൊണ്ട് ഇതിപ്പോൾ നേര് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ലക്ഷ്മി നമുക്കിടയിൽ ഒരിക്കലും ഒരു ചർച്ച പോലും ആവില്ലായിരുന്നു. അതൊരു സംസാര വിഷയമേ അല്ല സേതു എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഏതായാലും നീ ഇത്രയും കാലം കാത്തില്ലേ മോനെ, ഇനി കുറച്ചു കാലം കൂടി കാക്ക്. ഇനി എപ്പോൾ പോണമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ കുറുപ്പമാവൻ. എന്നിട്ട് കുറുപ്പമാവൻ അങ്ങ് പോയി. അപ്പോൾ സേതുവിന് വിഷമായി ആകെ. അല്ല, കുറുപ്പമാവൻ ഇനി മനഃപൂർവ്വം എന്നെ തടസ്സമാക്കിയതായിരിക്കുമോ? സത്യമായിരിക്കുമോ പറഞ്ഞത്? ഇനിയിപ്പോൾ അമ്മ സ്ഥലത്തില്ലായിരിക്കുമോ? ഇല്ലായിരിക്കും. കുറുപ്പമാവൻ എന്തിനാ സേതുവേട്ടനോട് കള്ളം പറയണം? അമ്മ യാത്ര പോയത് തന്നെയായിരിക്കും. കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ സേതുവേട്ടാ, നമുക്ക് കാക്കാം. പിന്നെ എന്നിട്ട് പോവാം. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ സേതുവേട്ടന്? സത്യം പറഞ്ഞാൽ എനിക്ക് കൂടി വരാൻ പറ്റും. ചിലപ്പോൾ ഞാനും കൂടി ഒപ്പം വരണം എന്നായിരിക്കും ഈ യാത്ര മാറ്റിവെക്കാൻ പറ്റിയത്. എല്ലാം നല്ലതാണെന്ന് വിചാരിക്കും സേതുവേട്ടാ. അമ്മ തിരിച്ചെത്തിയാൽ ഉടനെ നമുക്ക് 2 പേർക്കും പോയി കാണാം എന്ന് പറഞ്ഞ് പല്ലവി ആശ്വസിപ്പിക്കണം. വിഷമായോ? ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണെന്നറിയാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ സേതുവേട്ടാ. ശരിയാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കണമെന്നില്ല, അതും ഒരു സത്യമാണ്. എന്ന് കാത്തിരിക്കാം എന്ന് പറഞ്ഞ സേതു. അപ്പം അതുവരെ അമ്മേൻ്റെ മനസ്സിനകത്ത് തന്നെ ഇരിക്കട്ടെ. അത് മതി, എൻ്റെ മാത്രം ഒരു സങ്കടമായിട്ട് എന്ന് പറഞ്ഞ് സേതുവും പല്ലവി ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചൊക്കെ നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ പ്രതാപൻ തിരുമൊക്കെ കഴിഞ്ഞ് വേണ്ട വൈദ്യരൊക്കെ കണ്ടിട്ട് വരുന്നത്. അപ്പം സേതു വേണ്ട വഴിയിൽ കൂടെ വരിക കേട്ടോ. സേതുന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അയ്യോ, ഇതെന്ത് കോലവാ, ഇടിയായിരിക്കുമോ എന്ന് പേടിച്ചു. വണ്ടി ഒഴിക്കാൻ പറ്റുമോ? അതോ കൊണ്ടയാക്കണോ വീട്ടിലേക്ക്? വേണ്ട, ഞാൻ അങ്ങ് തനിയെ പൊക്കോളാം എന്ന് പറഞ്ഞു പ്രതാപൻ. കഴിവതും കൈക്കൊക്കെ ആക്ടിവിറ്റി കൊടുക്കണം എന്നാ വൈദ്യുതി പറഞ്ഞത്. ഓഹോ, ആ വിക്രം ശരിക്കും ആക്ടിവിറ്റി നടത്തിയല്ലേ ഈ ബോഡിയിൽ? വിക്രം ശരിക്കും ആക്ടിവിറ്റി നടത്തിയോണ്ടാണ് ഞാൻ വരാതിരുന്നത്. എന്തിന്? അല്ല, എൻ്റെ ആക്ടിവിറ്റിയും കൂടി സാർ ചിലപ്പോൾ താങ്ങില്ല. എല്ലാവരും അടിച്ചോ? ഇതൊക്കെ ഞാൻ ഓർത്തു വയ്ക്കും. എന്നെങ്കിലും ഒരിക്കൽ എനിക്കും അവസരം കിട്ടും, അന്ന് ഞാൻ തിരിച്ച് അടിക്കും ഉറപ്പായിട്ടും. അതിന് നീ ഇനി എത്ര കാലം ഉണ്ടാവൂടാ? ഈ സ്ഥിതിക്ക് ആ പോക്കെങ്കിൽ അധികം വൈകാതെ നിന്റെ സഞ്ജയനക്കാർഡ് അടിക്കേണ്ടി വരും. സഞ്ജയനക്കാർഡ് അടിക്കേണ്ടി വരുന്നത് ആർക്കാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാണാൻ. എന്തായി, നിന്റെ അമ്മയെ കണ്ടുപിടിച്ചാ? അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു സേതു. എല്ലാം കൃത്യസമയത്ത് തന്നെ ഞാൻ അറിയൂടാ. നീ എന്താ വിചാരിച്ചത്? അതാണ് ഈ പ്രതാപന്റെ നെറ്റ്വർക്കിന്റെ ഒരു ശക്തി. ഒരു സത്യം കൂടി മനസ്സിലാക്കിക്കോ. കൂടെ നിൽക്കുന്നെന്ന് നീ കരുതുന്ന പലരും നിന്റെ കൂടെ അല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക. പൊന്നും മടം വീഴാൻ കാത്തിരിക്കുന്ന പലരും കൂടെയുണ്ടെന്ന് കൂട്ടിക്കോ. അവരെ നിനക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം കഴിഞ്ഞ് കുഴിയിലേക്ക് പോകുമ്പോഴേ നീ ചിലപ്പോ സത്യങ്ങളൊക്കെ മനസ്സിലാവോ. നീ കുറെ കാലമല്ലോ പറയാൻ തുടങ്ങിയിട്ട്. നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന ആരെന്ന് പറ. ഇക്കാര്യത്തിൽ എനിക്ക് ചങ്കൂറ്റം ഇല്ല. അതുകൊണ്ട് എൻ്റെ നാവിൽ നിന്ന് ആ പേര് കേൾക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. കൊന്നാലും ഞാൻ പറയില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം പ്രതാപൻ ആരെയോ ലക്ഷ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ഒന്ന് ഉറപ്പിച്ചോ, എന്താണെങ്കിലും ഇത്രയും കാലം നീ നേരിട്ടതിനേക്കാളും ഒക്കെ ബലമുള്ള ആളാണ് ഇപ്പം മറഞ്ഞിരിക്കുന്ന ആ ശത്രു എന്നുള്ള കാര്യം. അതുകൊണ്ട് അയാള് നിങ്ങളെയൊക്കെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയമാവട്ടെ, അയാള് മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോ നീയൊക്കെ ഞെട്ടും, കണ്ടോ, ഇങ്ങോട്ടും. പിന്നെ പോടാ, ഈ ലോകത്ത് എനിക്ക് പേടി ദൈവത്തെ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മുന്നിൽ മാത്രമേ സേതു ഇന്ന് വരെ തോറ്റിട്ടുള്ളൂ. പെണ്ണെ എന്ന് പറഞ്ഞു. നിന്നെ പോലുള്ള 4-കിട ചട്ടമ്പിമാരോട് എന്നും പൊരുതി ജയിച്ചിട്ടേ ഉള്ളൂ ഈ സേതുമാധവൻ. അയ്യോ എന്ന് പറഞ്ഞ കൈയൊക്കെ. പറ്റിയ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എന്തിനാടാ? നീ വരാൻ പറ. നീ പറ മഹാനായ ശത്രുവിനോട് വരാൻ.
ഒന്ന് മുട്ടി നോക്കട്ടെടാ, അപ്പ അറിയാം ആരുടെ നട്ടലിനാ ബലം കൂടുതൽ എന്ന്. അപ്പൊ അത് ചിരിച്ചു. ആയിക്കോട്ടെ, ഞാൻ ഈ വിവരം അയാളെ അറിയിക്കാം. അയ്യോ ശരി, അപ്പൊ നിനക്ക് അയാളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് സത്യം? ഉണ്ട് മോനെ സേതു മാധവ, നീ കേട്ടോ, നീ ഊഹിക്കുന്നതിലും അപ്പുറത്താ ഈ പ്രതാപൻ നിൽക്കുന്നത്. അത് നീ മനസ്സിലാക്കും. അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇന്നല്ല, ഇനി ഒരിക്കൽ, കേട്ടോ. ഇപ്പോ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ, എനിക്ക് കഷായം കുടിക്കാൻ സമയമായി, അതുകൊണ്ട് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ സേതു നോക്കി നിൽക്കുകയാണ്. ഇവൻ ആരെ കുറിച്ചാ പറയുന്നതെന്ന് സേതുവിനൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇവൻ ആരെയോ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതേണ്ട HM അങ്ങോട്ടേക്ക് വന്നു. മോർണിംഗ് സാർ എന്ന് പറഞ്ഞു. എല്ലാവരും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ ഫാക്കൽറ്റീസിന്റെ ഇന്റർവ്യൂവിന് ഓരോരുത്തരെ വിളിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ എന്ന് ചോദിച്ചു. റെഡിയാണ് സാർ. എന്നാൽ കാൻഡിഡേറ്റിനെ ഓരോരുത്തരെയായിട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഹരി, ഫസ്റ്റ് കാൻഡിഡേറ്റിനെ വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ആ ഫസ്റ്റ് ആളിനെ തന്നെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ക്യാമ്പസിനുള്ളിലേക്ക് വരികയാണ്. അതെ, ഡ്രാമയാണ് വിഷയം, സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കയറി നിന്ന് ക്ലാസ് എടുത്ത് തുടങ്ങുകയാണ്. അപ്പം ഇവരെല്ലാവരും ഇതിങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി വന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവർ ഓരോരുത്തരും ഇങ്ങനെ അതിന് എന്താ പറയുക, മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഇന്ദ്രനാണ് കേട്ടോ. ഇത് കണ്ടാണ് നമ്മുടെ പല്ലവിയുടെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.